ഹായ്. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ ജൂലൈ 31 അല്ലെങ്കിൽ ആഗസ്റ്റ് 31 നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇൻഡിവിജ്വൽസ് ആയിട്ടുള്ള ആളുകളുടെ കേസിൽ. അപ്പോൾ ബിസിനസ് ഇൻകം ഒന്നും ഇല്ല അങ്ങനെയൊക്കെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിലാണ് ജൂലൈ 31 വരുന്നത്. അതല്ല, നിങ്ങൾക്കൊരു ബിസിനസ് ഇൻകം ഉണ്ട്. ബിസിനസ് ഇൻകം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ട്രേഡിംഗ് ഒക്കെ ചെയ്യുകയാണ്, ഇൻട്രാഡേ അല്ലെങ്കിൽ FNO ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു ബിസിനസ് ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള A to Z കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓരോരുത്തർക്കും റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളെല്ലാ സംശയങ്ങളും നമ്മളിന്ന് കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ളത് അഞ്ജു ആണ്, എൻ്റെ ആർട്ടിക്കിളാണ്. ഓക്കെ, അപ്പോൾ വെൽക്കം അഞ്ജു. താങ്ക് യു സർ. ഇപ്പോൾ നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരാൾ ഒരുപാട് നാളായിട്ട് പുറത്താണ് ജോലി ചെയ്യാണ്, ഇപ്പോൾ NRI ആയിട്ടുള്ള ഒരാളാണ്, അവർക്ക് ഇന്ത്യയിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ആവശ്യമുണ്ടോ? നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഇവിടെ വരുമാനം ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പോൾ പഞ്ചു നേരത്തെ ചോദിച്ച പോലെ ഒരാൾ നോൺ റെസിഡൻ്റ് ആണ്, അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ നാട്ടിൽ എന്തെങ്കിലും വരുമാനം ഉണ്ടെങ്കിൽ ഫയൽ ചെയ്താൽ മതി. അപ്പോൾ നാട്ടിലുള്ള വരുമാനം തന്നെ 4 ലക്ഷത്തിൽ താഴെയാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചില സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഫയൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു റെൻ്റൽ ഇൻകം ഉണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു പലിശ വരുമാനം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് 4 ലക്ഷത്തിലും താഴെയാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫയൽ ചെയ്യേണ്ട. പക്ഷേ 4 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ ഫയൽ ചെയ്യണം. പക്ഷേ ചില സെനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെന്ന് വിചാരിക്കും. അദ്ദേഹത്തിന് ഒരു നോൺ റെസിഡൻ്റ് ആണ്, അപ്പോൾ അദ്ദേഹം ഇക്വിറ്റിയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഷെയർ മാർക്കറ്റിലൊക്കെ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് ക്യാപിറ്റൽ ഗെയിൻ വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ആകെ 1 ലക്ഷം രൂപയായിരിക്കും ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും. കാരണം അവിടെ നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ക്യാപിറ്റൽ ഗെയിനിന് ബേസിക് എക്സംഷൻ കിട്ടില്ല. അതായത് ഇദ്ദേഹത്തിന് 10 രൂപയാണെങ്കിൽ പോലും അല്ലെങ്കിൽ 1 രൂപയാണെങ്കിൽ പോലും അവിടെ ടാക്സ് ലയബിലിറ്റി ഉണ്ടെന്ന് അർത്ഥം. അദ്ദേഹത്തിന് റെസിഡൻസിന് പോലെ കിട്ടുന്ന ആ ബേസിക് എക്സംഷൻ നോൺ റെസിഡൻസിന് കിട്ടില്ല. അപ്പോൾ അത് കാരണം പല NRIസും ചോദിക്കാറുണ്ട്, എനിക്ക് 4 ലക്ഷം രൂപ വരെ എക്സംഷൻ ഇല്ലേ, അപ്പോൾ അങ്ങനെ കിട്ടില്ല. അതിൽ ഡിവിഡൻറ്റിൻ്റെ കേസിലായാലും അതുപോലെ തന്നെ NRIസിനും നമുക്ക് ഇന്ത്യയിൽ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരാൾക്കും റേറ്റിൽ വ്യത്യാസമില്ലേ? അതായത് അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ 4 ലക്ഷം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതിൽ തന്നെ ഇപ്പോൾ ഡിവിഡൻഡ് കിട്ടുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ ഡിവിഡൻഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ സെയിം സംഭവം അപ്ലിക്കബിളാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഡിവിഡൻഡ് ഇപ്പോൾ കമ്പനീസ്, ലിസ്റ്റഡ് കമ്പനീസ് എന്നുള്ള ഡിവിഡൻഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് സ്പെഷ്യൽ റേറ്റിലാണ് ടാക്സ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20% ടാക്സ് ചെയ്യുന്നത്. അപ്പോൾ ആ സിറ്റുവേഷനിൽ ചിലപ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 50,000 രൂപ ചിലപ്പോൾ ഡിവിഡൻഡ് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അതായത് ഫാർ അവേ ഫ്രം 4 lakhs, 4 ലക്ഷത്തിൽ വളരെ താഴെയാണ്. അപ്പോൾ ആ സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഇദ്ദേഹം റിട്ടേൺ ഫയൽ ചെയ്യാനും ടാക്സ് അടയ്ക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ NRI ആയിട്ടുള്ള ഒരാൾക്ക് ഇന്ത്യയിൽ NRE ഡെപ്പോസിറ്റ് ആണുള്ളത്. അങ്ങനെയുള്ളപ്പോൾ അവർക്കത് എക്സംപ്റ്റ് ഇൻകം ആയിട്ട് ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എക്സംപ്റ്റഡ് ഇൻകം ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡിക്ലെയർ ചെയ്യുക. അതങ്ങനെ മാൻഡേറ്ററി ഒന്നുമല്ല, പക്ഷേ അവിടെ സേഫർ സൈഡ് അത് റിട്ടേൺ ഫയൽ ചെയ്യുന്നതാണ് നല്ലത്. എന്താ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാലേ, ഇപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ AIS എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എല്ലാ സംഭവങ്ങളും നമുക്കവിടെ നോക്കിയാൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ NRI ആയിട്ട് ഒരാളുടെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് തന്നെ ഇപ്പോൾ ഒരാളുടെ NRE ഡെപ്പോസിറ്റ് 14 കോടി രൂപയാണ്. ഡെഫിനറ്റ്ലി ഇവിടെ ടാക്സബിൾ ഒന്നുമല്ല, ഇവിടെ അതിന് ഈ ടാക്സ് ഒന്നും കൊടുക്കണ്ട, റിട്ടേൺ ഒന്നും ഫയൽ ചെയ്യേണ്ട കാര്യമില്ല, സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ റിട്ടേൺ അതായത് ഇത് നമ്മൾ ഈ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ഫയൽ ചെയ്യാത്ത ആൾക്കാരെ വിളിച്ചിട്ടൊന്ന് സ്ക്രൂട്ടിനൈസ് ചെയ്യും അവർ. ഇപ്പോൾ നമ്മുടെ AISലുള്ള ഡാറ്റയൊക്കെ നോക്കിയിട്ട് അവർ പറയുകയാണ്, ഓക്കെ ഒരാൾ 14 കോടി അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അവരുടെ ത്രഷോൾഡ് വരുന്നത് 10 lakhs റുപ്പീസാണ്. അപ്പോൾ 10 ലക്ഷം രൂപയെക്കാട്ടും കൂടുതൽ ഒരാൾക്ക് ഒരു ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ അത് ഡിപ്പാർട്ട്മെൻറ്റ് അത് NRI ആണോ അല്ലെങ്കിൽ സാധാരണയാണോ അങ്ങനെയൊന്നും നോക്കാറൊന്നുമില്ല. അപ്പോൾ 10 ലക്ഷം രൂപയെക്കാട്ടും കൂടുതൽ ഒരാൾക്ക് FD ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മിക്കവാറും ജനറലി നോട്ടീസ് അയക്കും. അപ്പോൾ ഈ ബർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്ന സംഭവം, അതായത് ഞാൻ NRI ആണ് അതുകൊണ്ടാണ് റിട്ടേൺ ഫയൽ ചെയ്തതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറും. പിന്നെ പലപ്പോഴും ചിലപ്പോൾ ഇത് സെക്ഷൻ 148 പഴയ ആക്ടിൽ 148 അതൊക്കെ ഇനീഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഇത്തിരി ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സാണത്. അപ്പോൾ അവിടേക്കൊന്നും കണ്ട ആഗ്രഹമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു റിട്ടേൺ ഫയൽ ചെയ്തിടുന്നതായിരിക്കും നല്ലത്. മേ ബി കുറച്ചൊരു ഇൻകം ഉള്ളതെന്നുണ്ടെങ്കിൽ പോലും NRI അക്കൗണ്ടിൻ്റെ, നേരത്തെ അഞ്ചു പറഞ്ഞ പോലെ NRI അക്കൗണ്ടിൻ്റെ ഇവൻ ദോ ഇറ്റ് ഈസ് നോട്ട് ടാക്സബിൾ, NRI അക്കൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് കാണിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ എക്സംപ്റ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ട് തന്നെ വേണമെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്തിടാം. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഡിസ്കഷൻ ആയിരുന്നു നമ്മൾ ആര് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം, ഏത് ഫോം ചൂസ് ചെയ്യണം, ഇനി ഓരോ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇപ്പോൾ ITR 1, 2, 3, 4 അതേപോലെ തന്നെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ
നമ്മൾ ചില ട്രാൻസാക്ഷൻസ് ഇത്തിരി ഹെവി ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇപ്പോൾ ഗോൾഡ് വിൽക്കുമ്പോൾ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥലം വിൽക്കുമ്പോഴൊക്കെ എന്തൊക്കെ ശ്രദ്ധിക്കണം, എപ്പോഴൊക്കെയാണ് നിങ്ങൾ ഇൻകം ടാക്സുകാർ പിടിക്കാനായിട്ട് സാധ്യതയുള്ളത്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ വീഡിയോസ് ഉള്ളത് നമ്മുടെ ചാനലിലാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ടാക്സ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്കോ പ്രൊഫഷണൽസിനോ ഫ്രണ്ട്സിനോ കൂട്ടുകാർക്കോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ടാക്സ് പ്രാക്ടീസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഇത് യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്തിടുക. നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടാകാം. മിക്കവാറും ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങൾക്ക് കാണുമ്പോൾ ഒരുപാട് സംശയങ്ങളൊക്കെ തോന്നാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സംശയങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിടാം. അപ്പോൾ നമുക്ക് സമയം കിട്ടുമ്പോൾ ഞങ്ങൾ അതിനനുസരിച്ച് എന്ത് ചെയ്യാം, ഞങ്ങൾ അതിന് റിപ്ലൈ തരാം. ഞങ്ങളുടെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനലിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാം. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.